കോതമംഗലത്ത് വിഷം കൊടുത്തു കൊന്ന അൻസലിന്റെ പെൺസുഹൃത്താണ് അദീന. അദീനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. കോതമംഗലം ചെമ്മീൻകുത്തിന് താമസിക്കുന്ന അദീനയും അൻസലുമായി വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. അൻസല് വിവാഹിതനാണ്, ഒരു കുട്ടിയുണ്ട്. എങ്കിലും ഈ സ്ത്രീയും അദീനയുമായി അവിഹിതമായ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടിരുന്നു. സ്ഥിരമായിട്ട് അവരവിടെ പോകും. അവരൊറ്റയ്ക്കാണ് താമസിക്കുന്ന ചെമ്മീൻകുത്തില്. അവരുടെ മറ്റു വിവരങ്ങൾ അറിയാനില്ല. അവർക്ക് സാമ്പത്തികമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് അൻസലാണ് എന്ന് പറയുന്നു. എന്തായാലും അവർ തമ്മിൽ അടുത്ത കാലത്ത് തെറ്റി. സ്ഥിരമായി ആ വീട്ടിൽ പോയി ആഹാരം കഴിക്കുകയും അവരോടൊപ്പം ശയിക്കുകയും ചെയ്യുന്ന പ്രകൃതമായിരുന്നു അൻസലിന്. അവരെ അടുത്ത നാളുകളിൽ മറ്റാരുമായിട്ട് അടുപ്പമുള്ള പോലെ ഇയാൾക്ക് തോന്നി. അങ്ങനെ രണ്ടുപേരും ശണ്ടയുണ്ടായി. അങ്ങനെ അവരുമായിട്ട് അടുപ്പം ഉള്ള ആൾ ഇപ്പം ജയിലിലാണ് കിടക്കുന്നത്. അയാൾ വന്നു കഴിഞ്ഞിട്ട് അയാളെ കല്യാണം കഴിക്കണമെന്ന് അദീനയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് വാർത്ത വന്നു. എന്തായാലും അതേ സംബന്ധിച്ച് ചോദിച്ച് രണ്ടുപേരും വഴക്കുണ്ടായി. കഴിഞ്ഞ 29-ാം തീയതിയിൽ അവിടെ അദീന ഇയാളുമായിട്ട് സംസാരിച്ച് തെറ്റി. അതിനു മുമ്പ് അദീനയെ മർദ്ദിച്ചതായിട്ട് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി അദീന ഇയാവിനെതിരായിട്ട് കൊടുത്തിരുന്നു. എന്തായാലും അൻസലുമായിട്ട് സംസാരവും വഴക്കവും ഉണ്ടായ ശേഷം 29-ാം തീയതി ശേഷം അടുത്ത ദിവസം അവര് ഇയാളെ രമ്യതയെ കൊണ്ടുവന്നു. ഇയാൾക്ക് സുഖമായി ഭക്ഷണം കൊടുത്തു. അത് തന്നെയല്ല, കഴിഞ്ഞ 2 മാസമായി അദീന ഇയാളെ കൊലപ്പെടുത്തണമെന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം അവരെ മർദ്ദിച്ചു, അവരൊറ്റയ്ക്ക് താമസിക്കുന്നു. അങ്ങനെ ആ മർദ്ദനത്തിനെതിരായി പോലീസ് കേസ് കൊടുത്ത് അതൊരു ഒത്തീർപ്പിലായി ഇവർക്ക് ആവശ്യമുള്ള പണം കൊടുക്കാം എന്ന് അൻസൽ പറഞ്ഞു. അതുകൊണ്ട് അവർ പരാതി പിൻവലിച്ചു. പക്ഷെ കൊടുക്കാമെന്ന് പറഞ്ഞ പണം കൊടുത്തില്ല. അതോടെ രണ്ടുപേരും വീണ്ടും തെറ്റി. ആ പുതിയ കാമുകൻ അവർക്കുണ്ടായി എന്ന് കണക്കാക്കി ഇവളുമായിട്ട് സംസാരിച്ച് അവളെ കഴിഞ്ഞ ദിവസം അയാൾ ഭീകരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ 2 മാസം കൊണ്ട് ഇയാളെ കൊല്ലുകളയാം എന്ന് തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവര് വിഷം ഇയാൾക്ക് കൊടുത്തു. ആ വിഷം കൊടുത്തിട്ട് അവരെ വീടിന്റെ സമീപത്ത് ഇയാൾ കിടക്കുന്നത് കണ്ടു. അതിനുശേഷം ഇതൊരു മൊബൈലിൽ പകർത്തി അദീന അൻസലിന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഇതേ കിടക്കുന്നത് എടുത്തുകൊണ്ട് പോവും എന്ന് വരെ അവർ പറഞ്ഞതായിട്ടാണ് വരുന്നത്. അയാളെ മരിച്ചു കിടക്കുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ ആണ് ഇട്ട് കൊടുത്തത്. ആ വിവരം അയാളുടെ അമ്മ അറിഞ്ഞു, അയാളുടെ സുഹൃത്തുക്കൾ അറിഞ്ഞു. പെട്ടെന്ന് അവര് പോലീസിനെ അറിയിച്ചു. ഈ അദീന തന്നെ പോലീസ് വിളിച്ചു പറഞ്ഞു എന്നും വാർത്ത വരുന്നുണ്ട്. എന്തായാലും ആംബുലൻസിൽ കൊണ്ടുവന്ന് പോലീസും ഇയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് അൻസലിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആള് മരിച്ചിരിക്കുന്നു. കോതമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, നടപടികൾ തുടങ്ങി, ഇൻക്വസ്റ്റ് തയ്യാറാക്കി. പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ ഏകദേശം 500 മില്ലി ലിറ്റർ വിഷം പാരാഗിറ്റ് എന്ന കീടനാശിനി ഉള്ളിൽ ചെന്നിരിക്കുന്നു. ഇതുപോലെ നമുക്ക് ഗ്രീഷ്മയുടെയും ഷാരോണിന്റെ കേസ് നമുക്കറിയാം. നെയ്യാറ്റിൻകരയിലെ അവിടെ കഷായത്തില് വിഷം ചേർത്ത് കൊടുത്തു. അങ്ങനെയാണ് ഗ്രീഷ്മ ഷാരോനെ കൊല്ലാൻ ശ്രമിച്ചത്. ഏകദേശം 2022 ഒക്ടോബർ 14 ആണ് ഈ വിഷം കൊടുത്തത്. അയാൾ അത് കുടിക്കുകയും ചെയ്തു. അതിനുശേഷം 2025 ഒക്ടോബർ 25 11 ദിവസത്തിന് ശേഷം ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഇൻഡസ്റ്റൈനും അല്ലെങ്കിൽ സ്റ്റൊമക്കും ലങ്സും വൃക്കകളും എല്ലാം തകരാറായി. അദ്ദേഹം 11 ദിവസം കഴിഞ്ഞപ്പം മരണപ്പെടുകയും അതൊരു മർഡർ ആവുകയും ചെയ്തു. അതിനെ ഗ്രീഷ്മയ്ക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അതേ രീതിയിലുള്ളൊരു ഓപ്പറേഷൻ തന്നെയാണ് അദീന ഇവിടെ നടത്തിയിരിക്കുന്നത്. ആ ഗ്രീഷ്മ ഷാരോനെ കൊന്ന പോലെ അതേ രീതിയിലുള്ള ഒരു മോഡസ് ഓപ്പറാണ്ടി. കാരണം കീടനാശിനി പാരാഗിറ്റ് ആണ് ഇവർ കലക്കി കൊടുത്തത്. ഇതിനകത്തൊരു നമുക്ക് തോന്നുന്ന ചില സംശയങ്ങൾ. എങ്ങനെയാണ് 500 മില്ലി ലിറ്ററോളം ഉള്ളിൽ ചെല്ലുന്നത്? അത് ലിക്വറിൽ കൂടെ കൊടുത്തോ, ഭക്ഷണത്തിൽ കൂടെ കൊടുത്തോ? ഭക്ഷണത്തിൽ കൊടുത്താൽ അരുചി ഉണ്ടാവുമല്ലോ. അതിന്റെ തന്ത്രം എന്താണെന്ന് മനസ്സിലായില്ല. ഇയാളെ കൊന്നത് വിഷം കൊടുത്ത് താനാണെന്ന് അവർ അഡ്മിറ്റ് ചെയ്തിരുന്നില്ല. ആദ്യം പോലീസിന്റെ നിരന്തരമായ ചോദ്യം ചെയ്യലിൽ അവരത് സമ്മതിച്ചു. ആ വീട്ടിലുണ്ടായിരുന്ന CCTV ക്യാമറ അവര് കൊല്ലുന്നതിന് മുമ്പ് തന്നെ അത് ഓഫാക്കി വെച്ചുകൊണ്ടിരുന്നു. തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇയാളെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് കരുതി കഴിഞ്ഞപ്പം
വീട്ടിലെ CCTV ദൃശ്യം അയാൾ വരുന്ന അത് കാണാതിരിക്കാൻ വേണ്ടി അവർ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇയാൾക്ക് 500 മില്ലി കീടനാശിനി ഉള്ളി കൊടുക്കാൻ. എങ്ങനെ കൊടുത്തു, ഏത് ലിക്കറിൽ കൂടെ കൊടുത്തോ, ജ്യൂസിൽ കൂടെ കൊടുത്തോ, എന്തായാലും അവൾ എന്നെ ചതിച്ചടാ എന്ന് ഒരു സുഹൃത്തിന്റെ അടുത്ത് അൻസൽ വിളിച്ചു പറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. ആ സുഹൃത്തും പോലീസും എല്ലാം കൂടെ വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവരുടെ പോസ്റ്റ്മോർട്ടത്തില് അവരുടെ വൃക്ക തകരാറായി, ലിവർ തകരാറായി, അവരുടെ ശ്വാസകോശം കംപ്ലീറ്റ് തകരാറായി, സ്റ്റൊമക്ക് കംപ്ലീറ്റ് അകം ഉരുകി ഒലിച്ചു പോയി എന്നുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. 500 മില്ലി കുടിപ്പിച്ചതായിട്ടാണ് അദ്ദേഹത്തിന്റെ അൻഷലിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. അത് പോലീസിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആംബുലൻസ് വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കൺവേ ചെയ്തു എന്നാണ് വരുന്നത്. ഏതായാലും പോലീസ് അൻസലിന്റെ കേസിൽ അദീനയ്ക്ക് 302 വകുപ്പ് ചേർത്ത് കൊലപാതകം ചേർത്ത് കഴിഞ്ഞു. ഒരു ക്ലിയറൻസ് ഇത് ഒരു ക്ലിയർ കേസ് ഓഫ് മർഡർ ആണ് എന്ന് തന്നെ പോലീസ് കണ്ടെത്തി. അത് വളരെ നിരന്തരമായ ചോദ്യം ചെയ്തലിലാണ് അവർ വഴങ്ങിയത്. അതിനൊരു പ്രിപ്പറേഷൻ അവരെടുത്തു. 2 മാസം കൊണ്ട് താൻ ഇയാളെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു എന്ന് പറയുന്ന കണക്ക് തനിക്ക് സാമ്പത്തിക സഹായങ്ങളൊന്നും നൽകുന്നുമില്ല. തൻ്റെ അടുത്ത് വന്നിട്ട് അയാള് പല പ്രാവശ്യം തന്നെ മർദ്ദിക്കുകയും ചെയ്യുന്നു. സംശയരോഗിയായിട്ട് വന്നു. അദീന മറ്റൊരാളെ അടുത്ത് പോകുന്നതോ മറ്റൊരാളായിട്ട് സംസാരിക്കുന്നതോ ഇയാൾക്ക് ഇഷ്ടമില്ല. അതേസമയത്ത് അൻസലിന് ഭാര്യ ഒരു കുട്ടി എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത്. കാരണം ലിവിങ് ടൂതർ പല സ്ഥലങ്ങളിലും ഇന്ത്യയിലും കേരളത്തിലൊക്കെ നിരന്തരം നടക്കുന്നു. അതിന്റെ പാർട്ട്ണറെ മറ്റൊരാൾ കൊല്ലുന്ന ഒരു 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 രീതി കേരളത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്നു. ഇവിടെ അത് തന്നെ സംഭവിച്ചു. അവിഹിതമായ ബന്ധമുള്ള ഇവര് തമ്മിൽ ഒരു പാർട്ട്ണർ മറ്റേ ആളെ കൊലപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. അതിന് സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ അത് കീടനാശിനിയാണ്. നേരത്തെ ഒരു സെൻസേഷണൽ കേസ് നെയ്യാറ്റിൻകര ഉണ്ടായ ഷാരോന്റെ കേസ് നമുക്കറിയാം. അതേ രീതി അതേ മാർഗം തന്നെയാണ് അദീനയും ഇവിടെ ഉപയോഗിച്ചതെന്നാണ് കാണുന്നത്.